സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും. രാഷ്ട്രീയപരമായ രണ്ട് ചേരിയിലായതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള പല വിഷയങ്ങളും വാക്പോരാറുണ്ടാകാറുണ്ട്. അടുത്തിടെ എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ പരിഹസിച്ച് ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന വൈറലായിരുന്നു. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഗണേഷ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മുമ്പ് താനും സുരേഷ് ഗോപി ഇളക്കാനായി പലതും പറയുന്നുണ്ടായെന്നെങ്കിലും തനിക്ക് പിണക്കമില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. എയിംസ് വിഷയത്തിൽ ബന്ധപ്പെട്ട് നടന്ന വാക്പോരിനെക്കുറിച്ചും ചോദ്യം വന്നപ്പോഴാണ് സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഗണേഷ് കുമാർ സംസാരിച്ചത്. സുരേഷ് ഗോപിയുമായി ഉടക്കാനൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും തമാശ പറയും, അവന് ദേഷ്യം വരും. അവൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞാനും എന്തെങ്കിലുമൊക്കെ അവനെ ഇളക്കാൻ വേണ്ടി പറയും. പണ്ടും പറയും, വെറുതെ അവനെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണ്. അവൻ പണ്ട് നല്ല ചീത്ത പറയും, ഇപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ മറന്ന് ചില സമയത്ത് ഇടയ്ക്കെന്തോ എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്ക് തമാശയായിട്ടേ തോന്നിയുള്ളൂ. അവന് ചിലപ്പോൾ ദേഷ്യം വന്നാൽ ചീത്ത പറയും. പക്ഷേ എനിക്കതിൽ പിണക്കമില്ല. പിന്നെ എയിംസിന്റെ കാര്യം, തെങ്കാശിയിൽ എയിംസ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയം കഴിഞ്ഞാൽ വൈകിട്ട് സ്വിച്ച് അണച്ചാൽ പിന്നെ എന്ത് വിരോധം? എൻ്റെ മക്കളും സുരേഷ് ഗോപിയുടെ മക്കളും തമ്മിൽ വലിയ സൗഹൃദമാണ്. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഗണേഷ് മാമൻ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. എങ്ങനെ സുരേഷുമായി ഉടക്കാതിരിക്കും? തമാശകൾ കാണുമ്പോൾ പറയാതിരിക്കുക എങ്ങനാ? പപ്പടം എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയുന്നത് കാണുമ്പോൾ ചിരിക്കില്ലെന്നല്ലേ ചെയ്യുന്നത്? ഒരാൾ തൊട്ടത് കൊണ്ട് കയ്യിൽ സാനിറ്റൈസർ അടിക്കുന്നു. പാവപ്പെട്ട മനുഷ്യൻ തൊടാനല്ലേ ഈ കൈകൾ? പിന്നെ ഈ കൈ പിടിച്ചാൽ ഐശ്വര്യം പോകുമെന്ന അന്ധവിശ്വാസമൊക്കെ പുള്ളി ഉണ്ടാക്കിയതല്ലേ? ഞാനും ഷാജി കൈലാസും രഞ്ജി പണിക്കരുമൊക്കെ ഇടയ്ക്ക് ഇതിനെപ്പറ്റി സംസാരിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ കോമഡിയാണ്. നാട്ടുകാർ ഇപ്പോഴല്ലേ അയാളെ ഇങ്ങനെ കാണുന്നത്. ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഒരു പുതുമയല്ല. എടാ വാടാ എന്നൊക്കെ വിളിച്ച് സുരേഷ് ഗോപിക്ക് പിണക്കമുണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടാൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. പിന്നെ ഞാൻ പോയി തോണ്ടി വിളിക്കുമെന്ന് വിചാരിച്ചു. കാരണം പോടോ എന്ന് പറയുന്ന ആളുകൾ ഇരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ചീത്ത കേൾക്കണ്ടല്ലോ. മന്ത്രിയെ ചീത്ത വിളിച്ചു എന്ന് നാളെ പേപ്പറിൽ വരും. അതുകൊണ്ട് ഓടിച്ചെന്ന് മിണ്ടാൻ നിൽക്കില്ല. പുള്ളിയുടെ ഈ തമാശകളൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കളിയാക്കുന്നത്. ഇളക്കി വിട്ടാൽ പുള്ളി കയറി കൊത്തും. പുള്ളി ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാ. പണ്ടൊന്നും ആർക്കും ചായ പോലും വാങ്ങിച്ചു തരില്ലായിരുന്നു. കാശ്മീരിൽ വെച്ച് നടന്ന ഒരു തമാശയുണ്ട്. എനിക്കും മണിയമ്പൽ രാജുവിനും വിജയരാഘവനും വിശന്നിട്ട് ഒരു കടയിൽ കയറി പഴംപൊരി ഓർഡർ ചെയ്തു. സുരേഷ് ഗോപിക്ക് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ സാധനം വന്നപ്പോൾ സുരേഷ് ഗോപി അതെടുത്തങ്ങ് തിന്നു. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി രണ്ടാമനെണ്ണേ കിട്ടിയുള്ളൂ. ഇതൊക്കെ കേട്ടാൽ പുള്ളി എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പുള്ളി ഇപ്പോൾ ചെയ്യുന്ന ഈ ദാനധർമ്മങ്ങൾ കാണുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കമ്മീഷൻ സിനിമ ഇറങ്ങിയ സമയത്ത് സുരേഷ് ഗോപി തൻ്റെ കാറിൻ്റെ പുറകിൽ IPS എന്നെഴുതിയ തൊപ്പി വെച്ച് നടക്കുമായിരുന്നു. താൻ പോലീസാണെന്ന് കാണിക്കാൻ വേണ്ടി. തൊപ്പി മാത്രമല്ല, ഒരു പോലീസ് യൂണിഫോം കൂടി ഉണ്ടായിരുന്നു വണ്ടിയുടെ സൈഡിൽ. പണ്ട് ഇയാൾ പോലീസ് വേഷം കെട്ടി എറണാകുളത്ത് ഒരു പ്രോഗ്രാം പോയി സ്റ്റേജിൽ കയറി. അതും വലിയ വിവാദമൊക്കെ കേസുമായി എന്നും ഗണേഷ് കുമാർ പറയുന്നു.